വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബട്ടർ കേക്ക്, അതായത് ഇംഗ്ലീഷ് ബട്ടർ കേക്ക്. അപ്പം ഇംഗ്ലീഷുകാർ, നമ്മുടെ സായിപ്പന്മാർ എങ്ങനെയാണ് അവരുടെ വീട്ടിൽ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, വലിയ തലവേദനയൊന്നും ഇത്തവണ റെസിപ്പിക്കില്ല. ബട്ടർ ക്രീമിന് ഒരുപാട് തലവേദനയൊന്നുമില്ല, വളരെ ഈസിയാണ്. അപ്പം ഹിയർ ഈസ് എ റെസിപ്പി. ലെറ്റ്സ് ഗോ ടു ദി ബേക്ക് ഷോപ്പ്. ഇപ്പോൾ ബട്ടർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ബട്ടറിലോട്ട് ഐസിങ് ഷുഗർ ഇടുകയാണ് ചെയ്യുന്നത്. ഐസിങ് ഷുഗർ നമ്മൾ ഗ്രെയിൻ ഷുഗർ പൊടിച്ചെടുത്താലും മതി കേട്ടോ, പൗഡർ ഷുഗർ ആക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് എഗ്ഗ് 1/1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മുടെ വാനില എസൻസ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ബേക്കിംഗ് പൗഡർ ഫ്ലവറിലോട്ട് ഇടുക. എന്നിട്ട് നമ്മുടെ മിക്സറിലോട്ട് അരിച്ചിടുക. എന്നിട്ട് നല്ലോണം ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബട്ടർ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബട്ടർ കേക്കിന് ബാറ്റർ പിടിച്ച് തിക്കായിരിക്കും കേട്ടോ, കാരണം ആ ബട്ടറിൻ്റെ റിച്ച് ബട്ടറിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി നമുക്കിത് 2 മോളിലായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് ബേക്കിംഗ് മോൾഡാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് ബട്ടർ പേപ്പർ ഇടേണ്ട ആവശ്യമില്ല. അതായത് പാഷ്മെൻറ്റ് പേപ്പർ ഞാൻ ജസ്റ്റ് പാൻകോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൻകോട്ട് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഓയിലാണെങ്കിലും ബ്രഷ് ചെയ്യാം. 180 ഡിഗ്രിയിൽ 15-നും 20-നും ഇടയ്ക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർ ഐസിങ് ആട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ ബട്ടർ കേക്കിനുള്ള ബട്ടർ ഐസിങ് ആണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിലാണ് ബട്ടർ ഐസിങ് ഉണ്ടാക്കുന്നത്. 3 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ബട്ടറിലോട്ട് ഐസിങ് ഷുഗർ മിക്സ് ചെയ്യുക, വാനില എസൻസ് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം, അതായത് സോഫ്റ്റ് ബട്ടർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബട്ടർ കേക്ക് അടിപൊളിയായിട്ട് ബേക്ക് ആയി. ഞാൻ നല്ലോണം തണുപ്പിച്ചെടുത്തു കേട്ടോ. നമ്മുടെ ബട്ടർ ക്രീമും റെഡി ആയിട്ടുണ്ട്. ഈസി ഫാസ്റ്റ് ബട്ടർ ക്രീം ഐസിങ് ആണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്താണ്, നമുക്കിത് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത് നോക്കാം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ക്രം കോട്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല ഈ കേക്കിന്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ കേക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്കിനി ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഐസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമുക്ക് ആ ടോപ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. നല്ല ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എയറി ആയിട്ടുള്ള പോക്കറ്റി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ബട്ടർ ക്രീം ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്നും പറയാനുള്ള പോലെ തന്നെ പൈപ്പിംഗ് ബാഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരു കാര്യം അറിയേണ്ടത്, നമ്മൾ ഈ ഉണ്ടാക്കുന്ന കേക്ക് ബ്രിട്ടീഷ് ഒറിജിനാണ് കേട്ടോ. ബ്രിട്ടീഷുകാരാണ് കൂടുതലും ഈ കേക്ക് ഉണ്ടാക്കുന്ന ബട്ടർ കേക്ക്, റിയൽ ബട്ടർ കേക്ക്. അപ്പം ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും അവർ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ മെത്തേഡാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനാണ് ഞാൻ, നമ്മൾ ബട്ടർ കേക്കിന്, അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ബട്ടർ കേക്കിന് 1 ലെയർ കോട്ടിങ് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. ജസ്റ്റ് ബട്ടർ 1 ലെയർ കോട്ടിങ് കൊടുക്കുള്ളൂ. നമ്മൾ ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന പോലെ വലിയ അടിപൊളിയായിട്ട് ഫിനിഷ് ഒന്നും ചെയ്തില്ല, കാരണം ഫാമിലി ഓറിയൻറ്റഡ് കേക്കാണിത്.
അപ്പം ജസ്റ്റ് ഫിനിഷിങ് മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ. Now ready to serve. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ബട്ടർ കേക്ക് ഉണ്ടാക്കിയത്. ഒരു പാടുമില്ല കേട്ടോ. നമ്മൾ ബട്ടർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. സിമ്പിൾ മെത്തേഡ്സിലാണ് നിങ്ങളെ ഇത് കാണിച്ചു തന്നത്. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. See you next time.